വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമറ ഫീച്ചർ പരിചയപ്പെടാം. സിംഗിൾ ടേക്ക് എന്നുള്ളതാണ് ഈ ഫീച്ചറിൻ്റെ പേര്. അല്ല, നിന്റെ ഫോൺ മോശമായിട്ടില്ലല്ലേ? എനിക്കൊരു പുതിയ ഫോൺ വേണം. വാങ്ങിച്ചു തന്നാൽ ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷനാ? എന്ത് കണ്ടീഷൻ? കുറച്ചേ ഉള്ളൂ. അത് പിന്നെ 6 GB റാം വേണം, 128 ഇൻറ്റർണൽ സ്റ്റോറേജ് വേണം, പിന്നെ നല്ല ബാറ്ററി വേണം, പിന്നെ നല്ല ക്യാമറ ആയിരിക്കണം, പിന്നെ വേറെന്താ നല്ല ഡിസ്പ്ലേ. ഓക്കെ, പിന്നെ നല്ലൊരു ബ്രാൻഡ് ആയിരിക്കണം. ചൈനീസ് മൊബൈലൊന്നും വേണ്ട. പിന്നെ പക്ഷെ അത് ഒരു 20,000 ഉള്ളിലായിരിക്കണം. എന്തേ ഇത്രയല്ലേ ചോദിക്കുന്നില്ലോ? നോക്ക്, കിട്ടുമായിരിക്കും. പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമാണ്. ഓക്കെ, എടുക്കട്ടെ. ബില്ല് തുറന്നാ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. സാംസങ്ങിൻ്റെ M31s എന്ന മോഡലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സാംസങ്ങിൻ്റെ M സീരീസ് എല്ലാം തന്നെ ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഇതിലുള്ളത്. അതുകൂടാതെ അഡീഷണൽ മെമ്മറി കാർഡ് ഇട്ട് 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. മിറാജ് ബ്ലാക്ക് വേരിയൻ്റാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതല്ലാതെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും ഇതിൽ അവൈലബിൾ ആണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോഡിയാണിത്. അതിലിങ്ങനെ ഗ്രേഡിയൻ്റ് കളർ ഷെയ്ഡിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. സ്ലീക്ക് ഡിസൈനാണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുള്ളത്. പ്രാക്ടിക്കലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സ്കാനർ ഉള്ളത്. 6000 mAh 2 ദിവസം വരെ ബാക്കപ്പ് കിട്ടുന്ന മാസീവ് ബാറ്ററിയാണ് ഇതിലുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു അഹങ്കാരവും അതിൻ്റെ വെയ്റ്റിലോ ഹാൻഡ്ലിങ്ങിലോ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോൺ സ്ലിം ആവുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസിൻ്റെ എണ്ണവും സ്ലിമ്മായി വരുന്നുണ്ട്. മുമ്പൊക്കെ ചാർജർ, ഹെഡ്സെറ്റ്, USB കേബിള്, മൊബൈൽ പൗച്ച്, സ്ക്രീൻ ഗാർഡ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറും ഒരു ചാർജറിൽ മാത്രമായിട്ട് ഒതുങ്ങി. 1.5 ലക്ഷം വില വരുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ഐഫോണിൽ അതുകൂടി കിട്ടുന്നില്ലെന്നാണ് അറിഞ്ഞത്. ഒരവസ്ഥയെ. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ തന്നെയാണ് ഫോണിൻ്റെ പവർ ഓൺ ബട്ടണും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ ബൂട്ടപ്പ് ആകുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് കട്ട സപ്പോർട്ടായിട്ട് ആൻഡ്രോയിഡ് 1 യൂസർ ഇൻ്റർഫേസും സാംസങ്ങിൻ്റെ Exynos 9611 എന്ന 2.3 GHz ഒക്ടോകോർ പ്രോസസ്സും കൂടി ആകുമ്പോൾ സംഭവം ശരിക്കും പൊളിക്കും. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ് വോളിയം ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിറകിലായിട്ട് ഒരു ബ്ലാക്ക് പാനലിൽ നിരയായിട്ട് 4 ക്യാമറയും ഒരു ഫ്ലാഷും നിരത്തി വെച്ചിട്ടുണ്ട്. 64 MB ഒരു മെയിൻ ക്യാമറ, 12 MB അൾട്രാ വൈഡ് ക്യാമറ, 5 MB ഡെപ്ത് ക്യാമറ, പിന്നെ 5 MB ഒരു മാക്രോ ക്യാമറ. അതല്ലാണ്ട് 32 MB ഫ്രണ്ട് ക്യാമറയുണ്ട്. ഏറ്റവും താഴെയായിട്ട് 3.5 mm ഹെഡ്സെറ്റ് ജാക്കും ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും പിന്നെ ഒരു സ്പീക്കറും കാണാൻ പറ്റും. 4GB സപ്പോർട്ട് ചെയ്യുന്ന നാനോ ഡ്യുവൽ സിം പോർട്ടാണ് ഇതിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മൈക്രോ SD കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്.
സാംസങ്ങിൻ്റെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ അമോലെഡ് ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു മൊഞ്ച്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കേബിൾ USB അല്ല, രണ്ട് ഭാഗത്തും C ടൈപ്പ് കണക്ടേഴ്സാണ്. 6GB റാമും ആൻഡ്രോയിഡ് 1 യൂസർ ഇൻ്റർഫേസും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി നമുക്ക് സാംസങ് M31s വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമറ ഫീച്ചർ പരിചയപ്പെടാം. സിംഗിൾ ടേക്ക് എന്നുള്ളതാണ് ഈ ഫീച്ചറിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് M31s ഇവർ ഈ ഒരു ഓപ്ഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സെക്കൻഡ് സിംഗിൾ ടേക്ക് എന്നുള്ള ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് 9 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇത് ക്യാപ്ചർ ചെയ്യുകയും ആ ക്യാപ്ചർ ചെയ്ത വീഡിയോയിൽ നിന്നും 9 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുകയും ചെയ്യും. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമ്മൾ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്നും 9 വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ട് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, 9 വ്യത്യസ്തമായ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിലെ ബെസ്റ്റ് ഫോട്ടോ ആണ്. അത് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിക്ക് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഷോട്ടാണത്. അതിൽ ആ ഷോട്ടാണ് ഇതിൽ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 9 സെക്കൻഡിൻ്റെ വീഡിയോ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ ഉണ്ട്, അതൊരു ഔട്ട്പുട്ടാണ്. തേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ഫ്രെയിമിലെടുത്ത ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ, ദെൻ അതിൻ്റെ തന്നെ ഒരു മധ്യഭാഗത്തായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ, ദെൻ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. ഇനിയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കണ്ടോ, നമ്മളെടുത്ത ആ വീഡിയോ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടുള്ള ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തത്. ദെൻ ഇത് ഒരു ബൂമറാങ് എഫക്റ്റിലുള്ളതാണ് അടുത്തൊരു ഔട്ട്പുട്ട്. അതിനും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അതായത് ടുവേർഡ്സ് ദ എൻഡിൽ, വീഡിയോയുടെ ടുവേർഡ്സ് ദ എൻഡിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ. സോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 9 ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഒറ്റ ഓപ്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. 9 സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ആ ഒരു വീഡിയോയിൽ നിന്ന് 9 വ്യത്യസ്തമായ ഔട്ട്പുട്ട്. ഇത് വളരെ ഇന്നോവേറ്റീവാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ക്യാമറയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഒന്ന് പരിചയപ്പെടാം. ഇത് സ്ലോ മോഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സബ് ഓപ്ഷനായിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ക്യാപ്ചർ ചെയ്ത് നോക്കാം. ക്യാമറയുടെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. നല്ല ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ലൈവ് ഫോക്കസ് ക്യാമറയാണ് മറ്റൊരു പ്രത്യേകത. ഈ മോഡിൽ ഒരു ക്ലിക്ക് ക്ലിക്കിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം അതിലെ ഇൻബിൽറ്റ് എഡിറ്റിംഗ് ടൂൾ നോക്കിക്കോളും. നമുക്ക് വേണ്ട പോലെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് കയ്യിലോട്ട് വെച്ച് തരും. അങ്ങനെ എടുത്ത 2 ഫോട്ടോസ് ഇനി ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫോൺ വാങ്ങിയത്. ആമസോൺ പ്രൈം മെമ്പേഴ്സിന് 1 ഡേ ഡെലിവറി അഷുറൻസ് ഇവർ തരുന്നുണ്ട്. 6GB 128GB വാരിയൻറ്റിന് 18,500, 8GB 128GB വാരിയൻറ്റിന് അതിനേക്കാളും 2,000 രൂപ കൂടി 20,500 വില. 20,000 രൂപയ്ക്ക് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് ഫോണാണ് സാംസങ് M31s എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അപ്പം എങ്ങനെയുണ്ട് നമ്മളെ ഫോണ്? അടിപൊളി, നല്ല രസമുണ്ട്, നല്ല ക്യാമറ, നല്ല ഷോട്ട്സ് എല്ലാം അടിപൊളിയാണ്. ആ സിംഗിൾ ഷോട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല രസമുണ്ട്, ഫുൾ ലെങ്ത്തിൽ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സെൽഫി എടുത്താലോ? പിന്നല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മണിയടിക്കാൻ പ്രത്യേകം പറയുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.